ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. മാങ്ങാപ്പുളി എന്ന് പറയും. നമ്മൾ ഇമ്മാരൊക്കെ ചെറുപ്പത്തിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു കറിയായിരിക്കും. പിന്നെ നമുക്ക് മാങ്ങയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ടൈം കളയുന്നില്ല, നമുക്ക് റെസിപ്പി കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പിടി ഉണക്ക ചെമ്മീനും എടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ കറികൾക്കൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കായിരിക്കും നല്ലത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയിലോട്ട് നമ്മൾ 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മളിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണക്കച്ചെമ്മീനിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും, അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് വേണം ഇതിലോട്ട് ഉപ്പ് കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ നമ്മളിതിലോട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. നമ്മൾ മാങ്ങയൊക്കെ വെന്ത് കിട്ടുന്ന ടൈം കൊണ്ട് തന്നെ നമുക്കൊരു അരമുറി തേങ്ങ അരച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച ചെമ്മീനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ പച്ചമുളകൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു തവി എടുത്തിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച് തേങ്ങയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ല മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കറി 2 മിനിറ്റ്സ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓയിലൊന്ന് ചൂടായ ശേഷം നമ്മൾ 1 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുകൂടെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ വറ്റൽമുളകാണ് നമ്മൾ ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സിമ്പിളാണ്. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചാൽ ചെമ്മീൻ കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനുള്ളൂ. അപ്പോൾ നമ്മളിനി അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മാങ്ങാപ്പുളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.